രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളെന്ന് ഞാൻ പറയാൻ കാരണം രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ അഴിമതികളെ നമ്മളൊന്ന് കണ്ട് പഠിക്കണം കേട്ടോ. കാരണം ഇതൊന്നും മനസ്സിലാക്കേണ്ടതാണ്. യവന്മാരുടെയൊക്കെ തല എടുത്തു വെച്ചു, അത് മരിച്ചു അതിലെടുത്ത് ഉപ്പിലിട്ട് വെച്ചേക്കണം. കാരണം അത്രത്തോളം ബുദ്ധിയും ആണ് ഇങ്ങനെയുള്ള കളിപ്പീരനും. അപ്പോൾ ഒരു നേതാവ്, ഇപ്പോൾ വന്ന ഒരു വാർത്തയാണ്, ഒരു നേതാവ് ഇലക്ഷൻ മത്സരിച്ചു. അത് ഇലക്ഷനിൽ നല്ല മത്സരിച്ചു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന ഒരു വായ്പ ഉണ്ടായിരുന്നു, 30 ലക്ഷം രൂപ. അതൊറ്റ തുകയായിട്ട് ഇലക്ഷൻ കഴിഞ്ഞുണ്ടെ കൊണ്ടുവന്ന് അങ്ങ് അടച്ചു. അപ്പോൾ ഈ ഇലക്ഷന് സാധാരണ ഒത്തിരി പണച്ചെലവൊക്കെ വരുന്നതെന്നാണ് നമുക്കറിയാവുന്നത്, മനസ്സിലായിട്ടുള്ളതും. പക്ഷേ ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ 30 ലക്ഷം രൂപ നേരെ കൊണ്ട് അടയ്ക്കാൻ ഇതെങ്ങനെ ഇങ്ങനെ വന്നു, അധികം വരുന്നു കാശെന്നുള്ളൂ എന്ന് ആലോചിച്ച് നോക്കുള്ളൂ. അപ്പോൾ ഇവന്മാർക്ക് കിട്ടുന്ന പണത്തിന് വല്ല കണക്കുണ്ടോ? ഒരുപാട് ആളുകൾ, പണക്കാർ പ്രത്യേകിച്ചും, അവർ ഈ പണം ഇവർക്ക് കൊടുക്കും. പിന്നെ അത് കൂടാതെ ഈ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ BJPക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കൊക്കെ വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ വലിയ തുക മുടക്കാനായിട്ട് കഴിവുണ്ട് അവർക്ക്. ആ പാർട്ടിക്ക് കഴിവുണ്ട്. കാരണം പാർട്ടിക്ക് ഇഷ്ടം പോലെ പണം ഒക്കെ പണ്ട് CSR ഫണ്ടിങ്ങും അതുമാത്രം ഒരുപാട് ഫണ്ടിങ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ആ രീതിയിലെല്ലാം വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ടിങ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കണ്ട എല്ലാവരും കൊണ്ട് ഇന്ന് കാശ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആ പണമൊക്കെ ഉണ്ട്, അത് ഇങ്ങോട്ട് എടുത്ത് കൊടുത്താൽ മതി. ഇത് കൊടുക്കുമ്പോൾ അത് മുഴുവനൊന്നും അവർ ചിലവാക്കത്തൊന്നുമില്ല. ആ കിട്ടുന്ന പണം വാങ്ങിച്ച് ഇവിടെ വെക്കും. വെച്ചതിന് ശേഷം ബാക്കിയുള്ളവൻ്റെ അടുത്ത് നടന്ന് തീണ്ടും, അതായത് പണക്കാരെടുത്ത്. ചോദിക്കാതെ തന്നെ പലരും കാശ് കൊടുക്കും. പിന്നെ ചോദിക്കുമ്പോൾ എങ്ങനെ ഇയാൾക്ക് കൊടുക്കാതിരിക്കുന്നതെന്നും പറഞ്ഞ് വേറെ നിവൃത്തിയില്ലാതെയും ഭയന്നും ആളുകൾ കൊടുക്കും. ഇല്ലെങ്കിൽ പിന്നെ അവൻ്റെ അടുത്തോട്ട് വരുന്നത് ചിലപ്പോൾ EDയും CBIയും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഭയന്ന് പലപ്പോഴും ഇൻകം ടാക്സും ഒക്കെയാണ്. അത് കാരണം ഭയന്ന് ചിലപ്പം പലരും അങ്ങനെ ഇവർ പൈസ കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കിട്ടുന്ന പൈസയാണ്, ഇഷ്ടംപോലെ പൈസ കിട്ടും. പണ്ട് ഇങ്ങനെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സ്ഥിരമായിട്ട് മത്സരിച്ച് തോറ്റുകൊണ്ടിരിക്കുന്ന ഒരാൾ അടുത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് വളരെ അടുപ്പമുള്ള പരിചയമുള്ള ഒരാളാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ഇതിങ്ങനെ നാണക്കേടല്ലേ, ഇതെന്തിനിങ്ങനെ മത്സരിക്കുന്നത്? സാറിനിത് പറയാം, എനിക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായാലും അവസാനം നല്ലൊരു തുക എൻ്റെ കയ്യിൽ വരും, കിട്ടും തീരുമ്പം. അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ തോക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് മത്സരിക്കുക. എനിക്ക് ആരും വോട്ട് ചെയ്തൊന്നുമില്ല, ഞാൻ ജയിക്കത്തുമില്ല. ഇങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെ, ഇനി അത് പേരൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കറിയാം ഇപ്പോഴും ഉണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ളവരുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരുപാട് പരാതികൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ MLAക്ക് ഇങ്ങനെ പരാതികൾ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇതുപോലെ പണം അടിച്ചെടുത്തേക്കുന്നതും ചിലവാക്കിയതിന് തോന്നിവാസം പോലെ എടുത്ത് മാറ്റിയതും അടിച്ചെടുത്തതും ഇതിനെയൊക്കെ കുറിച്ച് ഉള്ള പരാതികളാണ്. ആ പരാതികൾ ഒക്കെ വരും. പരാതിയൊക്കെ ഇങ്ങനെ വരത്തേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, മുമ്പൊരു ഇലക്ഷന് വേണ്ടി കൊടുത്തയച്ച എത്രയോ കോടി രൂപ വഴി വെച്ച് പിടിച്ചു പറിച്ചുകൊണ്ട് പോയത്. അതേ ഉമ്മര തന്നെ പിടിച്ചു പറിച്ചുകൊണ്ട് പോയേ. അവിടുന്ന് കൊടുത്തയച്ചപ്പോൾ ഇവിടെ കിട്ടുമെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ആഫീസിൽ കൊണ്ടുവന്ന് കൊടുത്താൽ അവിടെ വരവ് വെക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വഴി വെച്ച് അത് ലൂട്ട് ചെയ്ത് അത് കൊള്ളയടിച്ച് കൊണ്ടുവന്ന മാതിരി പിടിച്ചുപറിക്കാരന്മാരെ പോലെ പെരുമാറി കൊണ്ടുപോയി. അതിന് വലിയ അന്വേഷണങ്ങളും ഒക്കെ കുറേയൊക്കെ അങ്ങ് നടന്നു. പിന്നെ അന്വേഷണമൊക്കെ അങ്ങ് വെള്ളത്തിലായി. കാരണം അതിന് പരാതിക്കാരനുമില്ല, പരാതിയില്ല, ഒന്നുമില്ല. ഇങ്ങനെ പണം കൊടുത്തയച്ചിട്ടുണ്ട് എന്ന് അവർക്കൊരു കേസില്ല. പണം കിട്ടിയെന്ന് ഈ വാങ്ങിച്ച് പിടിച്ചുപറിച്ചുകൊണ്ട് പോയവന്മാരാരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വലിയ നേതാക്കളാണ് ഈ പിടിച്ചുപറിച്ചുകൊണ്ട് പോയത്. അവരാളിനെ അയച്ച് പിടിച്ചുപറിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഈ രീതി ആ കാശ് അങ്ങ് പോയി എന്ന് പറഞ്ഞ പോലെ ഈ രീതി ഉള്ള പണമാണ്. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഈ ആരോപണം ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് പല BJP സ്ഥാനാർത്ഥികൾക്കും വേണ്ടി കൊടുത്തയച്ച പണം അത് അവരിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ട്. അത് പല നേതാക്കളും പതുക്കെ അത് വഴിക്ക് വെച്ച് തന്നെ അരിച്ചരിച്ചാൽ വരുന്നത് ഇത് കേട്ടോ, മേളിൽ നിന്ന് താഴോട്ട്.
ഈ പണം കാണുമ്പം ആരെയും കുറ്റമല്ല എടുത്തു പോകും, കണക്കില്ലാത്തൊരു പണമല്ലേ. ഇപ്പോൾ ഒരു 5 കോടി രൂപ അല്ലെങ്കിൽ ഒരു 15 കോടി രൂപ ഒരാൾക്ക് കൊടുത്തയക്കുന്നു വേണ്ടി കൊടുക്കാൻ. നോക്കുമ്പോൾ ഇവന് 15 കോടി കൊടുക്കേണ്ട കാര്യം എന്തോ, ഇതിൽ നിന്ന് 5 കോടിയുടെ ആ 5 ഇതാ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ എടുത്തു. പിന്നെ 10 കോടി ഇങ്ങനെ തൊട്ട് താഴോട്ട് കൊടുത്തു. താഴോട്ട് ഇതിൻ്റെ ആവശ്യം ഇവന് കൊടുക്കേണ്ട കാര്യം എന്തുവാ? അതിൽ നിന്ന് മറ്റേ ആൾ 5 എടുത്തെങ്കിൽ ഇവിടുന്ന് ഒരു 2 ഇങ്ങനെ എടുത്ത് അവസാനം വരുമ്പോൾ ഇത് ശുഷ്കിച്ചു പോകും. ശുഷ്കിച്ചാലും മോശമൊന്നുമല്ല, 3-4 കോടി രൂപ കൈ കിട്ടും. അത് ചെറിയ തുകയൊന്നുമല്ല, ഇതിങ്ങനെ കിട്ടാറുണ്ട്. ഇത് സ്ഥിരമാണ്. അപ്പം അങ്ങനെ അതിനെക്കുറിച്ചും ചന്ദ്രശേഖരന് പരാതി കൊടുത്തിട്ടിരിക്കുകയാണ്. എന്നാലും ഈ പരാതി, അതായത് ഞാൻ ഈ ആദ്യം പറഞ്ഞ പരാതി, അതായത് വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന ലോൺ ഒടിശയാണ്, എമൗണ്ടാണ്. അത് ഒരൊറ്റയടിക്ക് ഇലക്ഷൻ കഴിഞ്ഞുടനെ 30 ലക്ഷം രൂപ കൊണ്ടുവന്ന് അടച്ച് പരിപാടി അങ്ങ് തീർത്തു, ബാധ്യത അങ്ങ് തീർത്തു. നല്ല കാര്യം, എന്തായാലും ബാധ്യത അയാൾ തീർത്തല്ലോ. അങ്ങനെ വിചാരിച്ചു. കടം ഇട്ടേക്കുന്നത് മോശമാണ്. ബാങ്കിനെ കളിപ്പിക്കാൻ അയാൾ തയ്യാറായില്ല. ആ പൈസ കൊണ്ടുവന്ന് വായ്പ അടച്ചങ്ങ് തീർത്തു. അല്ലെങ്കിൽ അയാളെ കൂടുകയൊക്കെ കൂടെ ജപ്തി ചെയ്തുകൊണ്ടൊക്കെ പോകത്തില്ലയോ. അത് കാരണം ആ ഒരു പരാതി ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അത് അടച്ചങ്ങ് തീർത്തു. ഇതാണ് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ. ഈ രാഷ്ട്രീയത്തിലെ നേതൃത്വനിരയിലേക്കൊക്കെ ഉള്ള ആളുകളെ നമ്മൾ ഈ രീതിയിലാണ് കാണേണ്ടത്. ഇതൊരു പാർട്ടി, ഇപ്പോൾ BJP എന്നുള്ളതല്ല, എല്ലാത്തിലും ഇതാണ് നടക്കുന്നത്. കാരണം ഒരുപാട് പണം, അതായത് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എടുത്ത്, എനിക്ക് അറിയാവുന്ന ഒരാൾ, അത് ആരടുത്തൊന്നും ഞാൻ പറയുന്നില്ല, വലിയൊരു പണക്കാരനാണ്, വലിയൊരു വ്യവസായിയാണ്. അയാൾ ചോദിച്ചു, ചേട്ടാ ഞാൻ ഒരു പുരുഷനാണെന്ന് വിചാരിച്ചുള്ളൂ, ചേട്ടാ കുറച്ച് കാശ് കൊടുത്തേക്കുണ്ട്. ഇപ്പം വേണ്ട. കാരണം അയാൾ ഇച്ചിരി മര്യാദക്കാരനാണ്. കാരണം അയാൾക്ക് അതിൽ കൂടുതൽ കിട്ടി, അതുകൊണ്ട് ഇപ്പം വേണ്ട, അത് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം എന്നാണ്. പിന്നെ ചോദിച്ചിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. കാരണം ഈ ആവശ്യത്തിലധികം ഇത് വന്നാൽ ഈ പണം കൊണ്ടുവെക്കാനൊരു മാർഗവുമില്ല. അതാ കാര്യം. ഈ പണമെന്ന് പറയുന്ന സാധനം ഇപ്പോൾ നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാൻ ഒക്കത്തില്ല, കള്ളം കയറും, എടുത്തുകൊണ്ട് പോവും. പിന്നെ ഇതും ഭയന്നിരിക്കണം. എന്നെ കൊണ്ട് ബാങ്കിലിടാമെന്ന് വിചാരിച്ചാലോ, ബാങ്കിലിടാമെന്ന് വിചാരിച്ചാൽ പണ്ടത്തോടല്ല, അതിന് രേഖ കൊടുക്കണം, ഈ പണം ഏതാ എന്തുവാണെന്നുള്ള കണക്ക് കാണിക്കണം. അതൊരു പ്രശ്നമായിട്ട് മാറും. കണക്ക് എങ്ങനെയായാലും കാണിക്കേണ്ട ഗതികേട് വരും. കാരണം നമ്മളത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ കൂടുതൽ പണം വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൻ്റെ സ്ക്രൂട്ടിനിയിൽ വരുമ്പോൾ അവർ ചോദിക്കും, ഈ കാശ് എവിടുന്നാന്ന് ചോദിക്കും. അപ്പോൾ അതിന് ടാക്സ് കൊടുക്കുന്നത് മാത്രമല്ല പ്രശ്നം, അതിൻ്റെ സോഴ്സ് കാണിക്കേണ്ട ഗതികേട് വരും. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ വല്ലവൻ്റെയും കൈ കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വെള്ളത്തിൽ വരച്ചേക്കുന്നവരുടെ ഈ കൊടുത്തിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവർക്ക് ചോദിക്കാൻ ഒക്കത്തില്ലുണ്ട്. കുറേ കഴിഞ്ഞ് ഈ അധികാരമൊക്കെ പോയി കഴിയുമ്പോൾ ചോദിക്കില്ല, പൈസ എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് പൈസ? അയ്യോ അതൊക്കെ തന്നുപോയില്ലേ, നമ്മൾ തമ്മിലുള്ള അതൊക്കെ തീർന്നു പോയില്ലേ എന്ന് പറയുന്നത് പോലെ കിട്ടത്തില്ല. ഇവിടെ വലിയൊരു രാഷ്ട്രീയക്കാരൻ ഒരു മുതലാളിക്ക് ഇഷ്ടം പോലെ കാശ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ള പൈസ ഇനി തിരിച്ചു ചോദിക്കുമ്പോൾ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ, എനിക്കറിയാം അത് കിട്ടുകയില്ലെന്ന്. കാരണം എന്താണെന്നറിയോ, അയാളെ വലിയൊരു വ്യവസായിക്ക് കൊടുത്തേക്കുന്ന അയാളെ കൈ ഇതേപോലെ കൊണ്ട് കൊടുത്തേക്കുന്നവരുടെ കാശൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനും പോകുന്നില്ല. പിന്നെ ഇത് ചോദിക്കാനും ഒക്കത്തില്ല. കാരണം പൊതുജനങ്ങളുടെ കൊള്ളയടിച്ച കാശാണ്, എങ്ങനെ ചോദിക്കും? അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ നിന്നൊക്കെ വരുന്ന പൈസ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അന്തസ്സായിട്ട് വാങ്ങിച്ചെടുത്തോണം. കാരണം എന്തെന്നറിയോ, അത് നിങ്ങളുടെയൊക്കെ കാശ് എടുത്തുകൊണ്ട് പോകുന്നതാണ്, അല്ലാതെ യവന്മാർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കാശൊന്നുമല്ല. ചിന്തിക്കണം.